സ്റ്റാർഡം വെച്ചിട്ടുള്ള രീതി കേരളത്തിൽ വർക്കൗട്ട് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പടിപടിയായിട്ട് വന്ന ഒരാളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു, നാട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കേസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സേവാദൾ എന്നുള്ള സംഘടനയുണ്ട് കോൺഗ്രസ്സിൽ, അതിൽ ഞാൻ എല്ലാ ക്യാമ്പിലും പങ്കെടുത്തതാണ്. സ്റ്റേറ്റ് ബെസ്റ്റ് കേഡറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. അതേപോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് സിനിമയിൽ ഉയർത്തി പറഞ്ഞ ഒരാളാണ് ഞാൻ. സലിം ചേട്ടനും പിഷാരടി ഞാൻ ഇലക്ഷൻ എന്ന ടൈമിലാണ് പാർട്ടിയിലേക്ക് വരുന്നത്. അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടാവും, കുറേ ഉണ്ട്. ജനം അവരുടെ പേരെടുത്ത് പറയാനിട്ടാണ്. ഇവരൊക്കെ കോൺഗ്രസ്സുകാരൊക്കെയാണ്, കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്നതാണ്. പക്ഷെ ഞാൻ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ സംഘടനയിൽ പടിപടിയായിട്ട് വന്നതാണ്. ഈ പിഷാരടിയുടെ ഒരു പിഷാരടി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആസിഫ് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർഡം ഇവർക്ക് മെച്ചമാവില്ലെന്നാണ് പറയുന്നത്. ആണ് അത് എന്ന് പറഞ്ഞാൽ അവര് പിഷാരടിക്കൊക്കെ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ സീറ്റ് കിട്ടുമായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട് ഇത്തിരി തിരക്ക് കൂടുതലായിരിക്കും. സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അനുകൂലമായ ഒരു കാറ്റാണ് ഈ കാറ്റ് ഉള്ളത് കൊണ്ട് സീറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. സീറ്റ് കിട്ടിയാൽ അനുകൂലമായിരിക്കും. മനസ്സിലായി. കഴിഞ്ഞ തവണ ചേട്ടൻ മറ്റൊരു സ്ഥലത്താരോ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലായിരുന്നു നിന്നിരുന്നുണ്ടെങ്കിൽ വിധി മറ്റൊന്നാവെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് കുന്നത്ത് നാടൊക്കെ പറഞ്ഞതാണ്. ശ്രീനിജനാണ് അവിടെ ജയിച്ചത്. ഒരിക്കൽ ശ്രീനിജനും ഞാനും കൂടി ഒരു ഫ്ലൈറ്റ് യാത്രയിൽ പുള്ളിനോട് പറയുകയും ചെയ്തായിരുന്നു, താൻ വന്നിരുന്നെങ്കിൽ ടൈറ്റ് ആയേനെ, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ പോയി നിന്നതും നിർത്തിയതും. എങ്ങനെ കിട്ടി എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ സീറ്റിന് വേണ്ടി ഇതുവരെ ആരുടെ പുറകെ പോയിട്ടില്ല, ഒന്നുമില്ല. പാർട്ടി എന്നെ നിർത്തി, ഞാൻ അവിടെ നിന്നു എന്നുള്ളതാണ്. അത് എനിക്ക് കുന്നത്ത് നാടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനോട് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ തന്നെ എന്നോടൊന്ന് മത്സരിക്കാൻ പറഞ്ഞ ഒരാളാണ്. അന്ന് ഇത്തവണ എന്തെങ്കിലും അല്ല, ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഭയങ്കര ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അത്ര മുടക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് കൊണ്ട് ജീവിച്ചു പോവുക എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി കുറേ ചിലവാക്കും, പക്ഷെ നമ്മൾ ചിലവാക്കേണ്ടി വരും. നമ്മളുടെ വസ്തുതയാണ്. പിന്നില്ല മൊത്തം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലെയല്ല. കോൺഗ്രസ് പാർട്ടിയിൽ എന്തായാലും പൈസ കുറച്ചിറക്കേണ്ടിയൊക്കെ വരും. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ടാവും. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ചേട്ടൻ കയ്യിൽ നിന്ന് എത്ര ഇറങ്ങിയുണ്ടോ? ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണോ? എൻ്റെതൊന്നും മുടക്കേണ്ടി വന്നില്ല. എന്നെ മുഞ്ഞൽ സാറും രമേശ് ചെന്നിത്തല സാറും സി വേണുഗോപാലും വീടും ചാണ്ടിയുമ്മനും എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ പിന്നെ ഇങ്ങനെ ഇറങ്ങേണ്ടി വരും എന്ന് പറയാനുള്ള റീസൺ? അല്ല, ഞാനതിന് താല്പര്യപ്പെട്ടിട്ടില്ല. പാർട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നത്. അല്ലെങ്കിൽ ഞാൻ കയ്യിൽ നിന്ന് നമ്മൾ കാൻഡിഡേറ്റ് ആയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറങ്ങും എന്ന് പറയാനുള്ള റീസൺ ചോദിച്ചത്. ഇലക്ഷൻ ആകുമ്പോൾ നമുക്ക് ഫണ്ട് എന്തായാലും ചിലവാക്കേണ്ടി വരും. കുറേ ചിലവുകളുണ്ടല്ലോ ഇതിൻ്റെ പുറകിൽ. അപ്പം അത് ഇപ്പം നമ്മളൊരു സിനിമാ താരമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് കുറേ പൈസ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് തരാതിരുന്നാൽ മോശമാക്കുക. അപ്പം എന്തായാലും പണം മുടക്കുള്ള പരിപാടി തന്നെയാണ് തിരഞ്ഞെടുപ്പ്. അതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും എന്താ തിരഞ്ഞെടുപ്പാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും പൈസ മുടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് മുടക്കാനായിട്ട് അത്ര പൈസയൊന്നുമില്ല. ഇപ്പൊ പല ചർച്ചകൾ വരുന്ന കൂട്ടത്തില് അടുത്ത തവണ തുടർഭരണമില്ല, UDF ആണ് ഭരണത്തിൽ. UDF ആയിരിക്കും. ആരായിരിക്കും മുഖ്യമന്ത്രി? ഇപ്പോഴേ അതിനുള്ള സംസാരങ്ങൾ പിടിവലികളൊക്കെ കോൺഗ്രസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. ഈ
എണ്ണം പറഞ്ഞ ടീമുകൾ ഉണ്ട്. അതിൽ യോഗ്യരായ ഒരു പാർട്ടി ആ സമയത്ത് ACCയും അത് ഇതൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തമ്മിലടി സാധ്യത കൂടുതലല്ലേ ഈ കോൺഗ്രസിനെ പറ്റി മൊത്തത്തിലുള്ള ഒരു കോൺഗ്രസിന്റെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയത്ത് തല്ലുപിടിക്കാതിരുന്നാൽ ഇപ്രാവശ്യം സുഖമായിട്ട് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, ഞങ്ങളുടെ മണ്ഡലത്തിലെ MLA ആണ്, പ്രതിപക്ഷ നേതാവാണ്, പറയുന്ന പോലെ നല്ല ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ നേടാൻ പറ്റും. ആ സമയത്ത് തല്ലുപിടിക്കാതിരുന്നാൽ മതി. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇത്രയും വലിയൊരു വിജയമൊക്കെ ശരിക്കും കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? എല്ലാരും ആ ഒരു പല ഇഷ്യൂ വിവാദങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ നേടും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം ഈ ഒരു ഭരണം ആൾക്കാർക്ക് വെറുത്തു തുടങ്ങി. 2 ടൈമായില്ലേ. സാധാരണ കേരളം മാറി പറഞ്ഞിരിക്കുന്ന സമയത്ത് 2 ടൈം. പിന്നെ ഈ ഇലക്ഷൻ സ്റ്റണ്ടെന്ന് പറഞ്ഞ പോലെ വിജയിക്കാനുള്ള സാധ്യതകൾക്ക് വേണ്ടി ഇപ്പോൾ 2000 രൂപ പെൻഷൻ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഗിമ്മിക്കുകളൊക്കെ ആയിട്ട് വരും. പക്ഷേ ജനം അത് സ്വീകരിക്കാൻ വഴിയില്ല ഈ പ്രാവശ്യം. ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പം തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിലും VK മറ്റേ ഇപ്പോഴത്തെ മേയർ പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട് മുന്നേറ്റ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം BJPയുടെ മേയറാണ് അവിടെ ഒരു മുന്നേറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരം BJPയുടെ കയ്യിലേക്ക് പോയത്. BJPയുടെ മേയർ തന്നെയാണ് പറയുന്നത് അവർ ഒരുപാട് മുന്നേറ്റം ചെയ്തിട്ടുണ്ട്. അധികാരത്തിൽ കയറിയതിനു ശേഷം BJPയുടെ മേയർ LDFനെ പുകഴ്ത്തുകയാണ് ചെയ്തത്. ഒരിക്കലുമില്ല. നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ഈ മലയാളികൾ മുഴുവൻ കണ്ടതാണ് അവിടുത്തെ മേയറുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. അവർക്കൊരു വേറൊരു ലൈനാണ് അവരൊക്കെ. വർത്തമാനത്തിൽ മാത്രം ഭയങ്കര ആശയം, ചെയ്ത്തരൊന്നുമില്ല എന്നുള്ള പറഞ്ഞ പോലെ. അത് നമ്മൾ കണ്ടതുമാണ്. അവിടെ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചെയ്യില്ലേ? അതിന് തൊട്ട് മുമ്പ് പ്രശാന്തായിരുന്നു മേയർ. അയാളെ അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം MLA ആണ്. അപ്പം അത് ആ ഭരണം അടുത്തത് കൊണ്ടാണ് ആൾക്കാരൊന്ന് മാറ്റി ചിന്തിച്ച് ചെയ്തത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ് എൻ്റെ ഓപ്പോസിറ്റായിട്ട് ബാലുശ്ശേരിയിൽ മത്സരിച്ചത്, സച്ചിൻ ദേവ്. അവർക്കൊക്കെ വേറൊരു ലൈനാണ്. എന്തോ ഭയങ്കര മേളിലെത്തി എന്നുള്ളതുണ്ട്. പിന്നെ അവരുടെ അഹങ്കാരമൊക്കെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പം ആ ഒരു ഇത് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് അവരുടെ പാർട്ടിക്കാർ തന്നെ അവരുടെ സമ്മേളനത്തിലും അവരുടെ ചർച്ചകളിലും പറഞ്ഞതാണ്, അവരുടെ കമ്മിറ്റികളിലും പറഞ്ഞതാണ്. നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല.